കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് അതും സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായും കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് ഈ സമരത്തെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് നിയമസഭയ്ക്കകത്ത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MLA അങ്കമാലി MLA റോജി M. ജോൺ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അടിയന്തര പ്രമേയത്തിന് സാധാരണ അനുമതി നൽകുമെന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സർക്കാർ ഗത്യന്തരമില്ലാതെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയും 2.5 മണിക്കൂറോളം നേരം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു. തുടർന്ന് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കാര്യങ്ങളാണ് നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സുജിത്തിനെ മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 4 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ശ്വാസമടക്കി പിടിച്ചാണ് ഓരോ കേരളീയനും കണ്ടത്. ഇതിന് പിന്നാലെ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെമ്പാടും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ മുതൽ കളിക്കവിള പോലീസ് സ്റ്റേഷൻ വരെയുള്ള കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും നടന്ന കൊടിയ പീഡനങ്ങളുടെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് മർദ്ദനം, തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസിന്റെ കിരാതമായ നിലപാട്, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമം, കൊല്ലത്തെ പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമം, നിരവധിയായ പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമം, കോഴിക്കോട് വടകരയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ വാഹനത്തിന്റെ ചാവി ഊരി പോലീസ് നടത്തിയ ഡിവൈഎഫ്ഐക്കാർക്ക് അടിക്കാൻ അവസരം ഒരുക്കി നൽകിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, വലിയ പ്രതിഷേധമാണ് ആഭ്യന്തര വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉയർന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുന്നംകുളത്തെ വിഷയത്തിൽ പോലീസിനെതിരെ, അതായത് ആരോപണ വിധേയരായ അല്ലെങ്കിൽ തെളിവ് സഹിതം പുറത്തു വന്ന വിഷയത്തിൽ SI ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നു. എന്നാൽ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഭാഗികമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ആണ് സർക്കാർ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ഇവരെ സർവീസിൽ തുടരാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുകൂടാതെ തൊട്ടടുത്ത തൃശൂർ ജില്ലയിൽ തന്നെയുള്ള വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 3 KSU പ്രവർത്തകരെ പോലീസ് ഒരു കേസുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ഈ 3 പേരെയും മുഖംമൂടി ധരിപ്പിച്ച് തീവ്രവാദികൾ എന്ന പോലെ കോടതിയിൽ ഹാജരാക്കിയ ദൃശ്യങ്ങൾ നമ്മൾ കാണാനിടയായി. ഇതിനുശേഷം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അറസ്റ്റിലാവുകയും ഈ അറസ്റ്റിലായ പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കാതെ വൈകിപ്പിച്ചതും കേരളം കണ്ടു. എന്നാൽ ഈ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ SIയെ സ്ഥലം മാറ്റാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി. എന്നാൽ ഇതുകൊണ്ടൊന്നും തൃപ്തരല്ല കോൺഗ്രസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം നിരപരാധികളായ ആളുകൾ, അതിൽ കോൺഗ്രസുകാരനോ CPMകാരനും BJPക്കാരനും മുസ്ലിം ലീഗുകാരനും കേരള കോൺഗ്രസുകാരനും രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും നീതി തേടി അവന്റെ അവസാന ആശ്രയമായി എത്തുന്നത് പോലീസ് സ്റ്റേഷനുകളാണ്. ഇത്തരം സ്റ്റേഷനുകളിൽ നീതി തേടിയെത്തുന്ന ഒരു സാധാരണക്കാരായ ആളുകളെ കയ്യൂക്കിന്റെ ബലത്തിൽ പോലീസുകാരെ നേരിടുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇല്ല. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങനെ ജനമൈത്രി പോലീസ് നെയ്തേണ്ട ആവശ്യമില്ല. ജനമൈത്രി പോലീസ് അല്ല, കൊലമൈത്രി പോലീസാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതായത് പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാരനെ, നീതി തേടിയെത്തുന്ന സാധാരണക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുന്ന, അല്ലെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ഒരുത്തനെ അതിക്രൂരമായി SIയും CIയും ആക്രമിക്കുന്ന കാഴ്ച കേരളത്തിൽ കാണുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ബീഹാറിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ഇത്തരത്തിൽ പോലീസ് രാജ് നടപ്പിലാക്കുന്നുണ്ട്, സാധാരണക്കാരൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുന്നില്ല എന്ന്. എന്നാൽ ഇന്ന് ഉത്തർപ്രദേശിലോ ബീഹാറിലോ മഹാരാഷ്ട്രയിലോ അല്ല, നമ്മുടെ മൂക്കിൻ തുമ്പത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം ഗുരുതരമായ ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുമ്പോൾ കേരളത്തിലെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കളിപ്പാവയെ പോലെ നോക്കുകുത്തിയായി മാറുകയാണ്. നിയമസഭയ്ക്കകത്ത് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ കാര്യങ്ങൾ മുഖ്യമന്ത്രി തീർച്ചയായും നേരത്തെ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് കേരളം ഒരുപാട് ചർച്ച ചെയ്ത് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിച്ച വിഷയങ്ങൾ അദ്ദേഹം പ്രസംഗിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയത്. തീർച്ചയായും അദ്ദേഹം സമയം കളയാൻ, അടിയന്തര പ്രമേയത്തിന്റെ സമയം കളയേണ്ടിട്ട് മാത്രമാണ് മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയത്. സാധാരണ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയല്ല ഇന്ന് സഭയിൽ കണ്ടത്. അദ്ദേഹത്തിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കോൺഗ്രസ് ഇന്ന് സമരം പ്രഖ്യാപിച്ചത്. നിയമസഭയ്ക്കകത്ത്
രണ്ട് MLA-മാർ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമസഭ അവസാനിക്കുന്നത് വരെ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നുള്ള കോൺഗ്രസ് MLA TJ സനീഷ് കുമാറും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് നിന്നുള്ള മുസ്ലിം ലീഗ് MLA AKM അഷ്റഫുമാണ് സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിയമസഭ നടക്കുന്ന ദിവസങ്ങളിൽ കേരളം കലാപകലുഷിതമാകാൻ പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ തിരുവീതികൾ സമരത്തിൽ മുങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം സാധാരണക്കാരന് നീതി തേടി സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭ്യമാക്കാൻ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഉൾപ്പെടെ തെരുവീതികളിൽ ഇറങ്ങാൻ പോവുകയാണ്. നിയമസഭയിലേക്ക് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് നടത്താൻ പോവുകയാണ്. നിയമസഭയ്ക്കകത്ത് MLA-മാർ സമരം ചെയ്യുമ്പോൾ പുറത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമരത്തിന്റെ വേലിയേറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കേരളത്തിലെ പോലീസിന്റെ കടിഞ്ഞാൺ മുഖ്യമന്ത്രിയുടെ കൈകളിലില്ല. പോലീസ് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുകയാണ്. പോലീസുകാർക്കെതിരെ തന്നെ നിരവധിയായ ആരോപണങ്ങളും നിരവധിയായ പരാതികളും വരികയാണ്. വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യമുണ്ടെന്നു. വനിതകൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന പോലീസുകാരൻ, വേശ്യാലയം നടത്തുന്ന പോലീസുകാർ, ഇത്തരത്തിൽ നിരവധിയായി. ഒരു കാലത്ത് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഏതൊരു കുറ്റകൃത്യം തെളിയിക്കാൻ മിടുക്കരായ പോലീസുകാരായിരുന്നു. അല്ലെങ്കിൽ സാധാരണക്കാരന്റെ അവസാനത്തെ ആശ്രയം അവന്റെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളായിരുന്നു. എന്നാൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന സാധാരണക്കാരായ ആളുകളെ സെൽ ഭരണം കേരളത്തിൽ നടപ്പിലാക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ CPM സെൽ ഭരണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച CPM അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിൽ സെൽ ഭരണം നടപ്പിലാക്കുന്നു. CCTV ദൃശ്യങ്ങൾ പതിയാത്തിടത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു BJP വിട്ട് ഇപ്പം കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഒരു ദൃശ്യം പുറത്തു വിട്ടു. ഇളനീർ കുല കൊണ്ട് ഇളനീർ ഉപയോഗിച്ച് ഒരു പോലീസുകാരൻ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. നേരത്തെ നിവിൻ പോളിയുടെ ഒരു സിനിമയിൽ കണ്ടതുപോലെ ആണ് പോലീസുകാരനെ പെരുമാറുന്നത്. ഇത്തരത്തിൽ പോലീസുകാർക്ക് പേ ഇളകിയിരിക്കുന്ന സാഹചര്യമുള്ളത്. ഈ പോലീസുകാർക്ക് ഇതിനെല്ലാമുള്ള ഒത്താശ നൽകുന്ന സംസ്ഥാന സർക്കാരാണ്. പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സംഘടനയായി ആ സംഘടന മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ സംഘടന തലപ്പത്തുള്ള പഴയകാല SFI നേതാക്കന്മാരാണ്. എന്ത് തോന്നിവാസം പോലീസുകാർ ചെയ്താലും അവരെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പിൽ അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന തന്റെ ഇടമാണ് ഈ പോലീസുകാർക്ക് ഇത്തരത്തിൽ സാധാരണക്കാരോട് പെരുമാറാനുള്ളത്. എന്തായാലും നിയമസഭയ്ക്കകത്ത് റോജി എം ജോണിന്റെ കൃത്യമായ പ്രസംഗമുണ്ടായിരുന്നു. അതിനുശേഷം VD സതീശൻ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കേരളത്തിലെ പോലീസ് രാജിന്റെ തെളിവുകൾ അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ പിണറായി നിങ്ങൾ ഇതിന് മറുപടി പറയണമെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയാതെ ഒളിച്ചോടുന്ന കാഴ്ച ഇന്ന് നിയമസഭയ്ക്ക് കാണാനിടയായി. എന്തായാലും കോൺഗ്രസും UDF-ഉം സമരത്തിന്റെ വേലിയേറ്റം കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാക്കി മാറ്റുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് നിയമസഭയ്ക്കകത്ത് 2 MLA-മാർ സനീഷും അതോടൊപ്പം TJ സനീഷ് കുമാറും AKM അഷ്റഫും സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി സംഘടന യൂത്ത് കോൺഗ്രസും KSUവും 14 ജില്ലകളിലും നിയമസഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. ഈ സമരങ്ങളെ കാക്കിയിട്ട കാപാലികരെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ കേരളം കുരുതിക്കളമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യൂത്ത് കോൺഗ്രസും KSUവും രണ്ടും കൽപ്പിച്ച് സമരത്തിനിറങ്ങിയാണ്. കാരണം സാധാരണക്കാരന് നീതി ലഭ്യമാകണം, വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നീതി ലഭ്യമാകണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയുകയാണ്. പോലീസുകാർ ചെയ്യുന്ന ക്രൂരകൃത്യത്തിന്റെ തെളിവ് കേരളം നിരവധി തവണ കണ്ടതാണ്. ഈ അടുത്താണ് കോഴിക്കോട്ട് വ്യഭിചാരശാല നടത്തിയതിന്റെ പേരിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. ഒരു പരാതിയുമായി എത്തിയ വനിതയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിൽ പത്തനംതിട്ടയിൽ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് ഒരാഴ്ച മുമ്പാണ്. അതോടൊപ്പം തന്നെ സമരത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ കാറ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന് ദുൽകിഫിലിനെ DYFI-ക്കാർക്ക് അടിക്കാൻ അവസരം ഉണ്ടായി കൊടുത്ത സുജേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വടകര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ദുൽകിഫിൽ ഇതുമായി ബന്ധപ്പെട്ട് DGP-ക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകിയിട്ട് ഒരു നടപടിയും ഈ ക്രിമിനലായ പോലീസുകാരനെതിരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു യൂത്ത് കോൺഗ്രസും KSUവും അതോടൊപ്പം കോൺഗ്രസും ശക്തമായി പ്രതിഷേധമായി രംഗത്ത് വരുമ്പോൾ ആ പ്രതിഷേധം കണ്ടിൽ നിന്ന് നടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ല. കുറ്റക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.